പുതുച്ചേരിയും നിയമസഭ ഇലക്ഷൻ നടന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അസം, ബംഗാൾ, കേരള, പുതുച്ചേരി, തമിഴ്നാട്. 5 ഇതിൽ സംസ്ഥാനങ്ങൾ. ബാക്കിയെല്ലാം നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. പുതുച്ചേരിയുടെ ഒരു സ്ഥിതി എന്താണ്? പുതുശ്ശേരിയിൽ സംശയമില്ല. എൻ രംഗസ്വാമി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വരും. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ വളരെ മനോഹരമായ രീതിയിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേരിൽ അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പരിഹരിച്ചിട്ടുണ്ട്, ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ഇദ്ദേഹം ആദ്യത്തെ തവണ മുഖ്യമന്ത്രിയാകുമ്പോൾ, കഴിഞ്ഞ തവണയല്ല അതിന് മുമ്പ് ഒരു തവണ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം, രംഗസ്വാമി. അദ്ദേഹത്തിൻ്റെ ലാളിത്യം അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിമാരും ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം ഒരു TVS മോപ്പഡിലാണ് നടക്കുക. മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അതിന് ക്ഷണക്കത്ത് കൊടുക്കുക അദ്ദേഹമാണ് പോണത്. അദ്ദേഹം തന്നെ ബൈക്കിലൊക്കെ പോയിട്ട് ഈ മോപ്പഡിൽ പോയിട്ട് എല്ലാ ഷോപ്പുകളിലൊക്കെ കയറി അവിടെ കൊണ്ട് കൊടുത്ത് തൊഴുത് അവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കും. വളരെ ലാളിത്യമുള്ളൊരു മനുഷ്യൻ. അപ്പം ഈ എന്താ ഒരു രാഷ്ട്രീയക്കാരൻ എന്നിട്ട് പറയാനും കൂടി നമുക്ക് സാധിക്കില്ല. അത്രമാത്രം ഒരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു വലിയ ഷർട്ട് ഇടും, കൈ ഇത്ര ഇറക്കമുള്ള വലിയ ഷർട്ട്, പിന്നെ അത് മുട്ടിന് താഴെ ഒരു എന്താ നീണ്ടു കൊടുക്കുക ഷർട്ട്. പിന്നെ എന്തിനും പ്രതിപക്ഷത്തോടാണെങ്കിലും എല്ലാവരോടും അദ്ദേഹം വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അപ്പോൾ ആ മനുഷ്യനെ അതാണ് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമാക്കുന്നത്. പക്ഷെ അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്നും ഒരു തിക്ത അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അവിടെ മൻമോഹൻ സിംഗിൻ്റെ ഓഫീസിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു നാരായണസ്വാമി. ഈ നാരായണസ്വാമി അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതാണ്. നമ്മുടെ എന്താ പറയുക, ഈ CPM-ലെ ചില നേതാക്കന്മാരുണ്ട്, അവരെ പോലെയാണ്. ഭയങ്കര എന്താ പറയുക, ഈ നമ്മുടെ ഇപ്പോഴത്തെ VD സതീശനൊക്കെ പോലെ ഭയങ്കര ധാർഷ്ട്യമാണ് അവരൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ എത്രയോ വ്യത്യസ്തമായ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുകെട്ടപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായി. അദ്ദേഹം ഈ പ്രായത്തിലും 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അദ്ദേഹത്തിന്. എന്നാലും അദ്ദേഹം വളരെ ഊർജ്ജസ്വലതയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു അഴിമതിക്കും അദ്ദേഹം ഇടകൊടുത്തിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അടുത്ത ഈ ടൈമിലും അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അറിഞ്ഞതിൽ 10 സീറ്റിൽ അദ്ദേഹം ലീഡ് ചെയ്യാണ്. അവർ NRC, BJP-യും ഓൾ ഇന്ത്യ NRC-യും കൂടിയുള്ള മുന്നണിയാണ് അവിടെ NDA. അതും 10 സീറ്റിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഇത് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. പക്ഷെ അവിടെ രംഗസ്വാമി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും. കോൺഗ്രസിൽ നിന്ന് വന്നതാണ് ഹിമന്തയും. ഹിമന്തയ്ക്കും അസമിൽ അസാധ്യ സ്വീകാര്യതയാണ്. ഹിമന്തയോടൊക്കെ ഹിമന്തയേക്കാൾ മുതിർന്ന വൃദ്ധരായിട്ടുള്ളവരൊക്കെ ചെന്ന് കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രിയോട് നമുക്ക് പെരുമാറാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു. നമ്മളിവിടെ കാണുന്നത് വളരെ വലിയ സന്നാഹങ്ങളോടുകൂടി വരുന്ന മുഖ്യമന്ത്രിയൊക്കെ ശീലിച്ച നമുക്ക് ഇതെന്തടവേ എന്നുള്ളൊരു ചോദ്യമാണ്. അതുപോലെയാണ് ഇപ്പോൾ സാറ് പറയുമ്പോൾ രംഗസ്വാമിയും കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിനുള്ളൊരു സ്വീകാര്യത അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് BJP കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ആദ്യം വരുന്നു, പിന്നീട് ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അപ്പം എങ്ങനെയാണ് ആദ്യം അവിടെ ഒരു രാഷ്ട്രീയ മാറ്റം വരുന്നത്? എങ്ങനെയാണ് രംഗസ്വാമി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അത് കോൺഗ്രസിനകത്ത് ആഭ്യന്തര കലാപമാണ്. അപ്പം ഈ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിലിരിക്കുന്ന കെട്ടിലമ്മയും മക്കൾക്കും അവർക്ക് മറ്റുള്ളവരോട് ബഹുമാനമോ ആദരവോ സ്നേഹമോ ഒന്നുമില്ല. അവർ മുഴുവനും ഈ ധാർഷ്ട്യമാണ് അവരുടെ മുഖമുദ്ര. മനസ്സിലായില്ല. അവർ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവനും വെറും അടുക്കളക്കാരായിട്ടും വെള്ളംകോരികളായിട്ടും വിറക് വെട്ടുകാരുമായിട്ടാണ് അവർ പരിഗണിക്കുകയുള്ളൂ. അവരുടെ കുടുംബം, അവരുടെ 2 മക്കളും മകളുടെ ഭർത്താവും കൊച്ചുമക്കളും ആയിട്ട് അവരിങ്ങനെ രാജകൊട്ടാരത്തിൽ കഴിയുന്നത് പോലെ കഴിയും. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അറിയില്ല അവർക്ക്. പിന്നെ ഈ ചെറുക്കൻ 57 വയസ്സുകാരനായ ചെറുക്കൻ ഇങ്ങനെ നടന്ന് എന്തെങ്കിലും വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അതാണ് കോൺഗ്രസിനെ പറ്റിയ പരാജയം. അത് തട്ടുകളിൽ കൂടി കീഴേ തട്ടിലേക്ക് എത്തും. ഇപ്പോൾ കേരളത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ.
ഒരു കോൺഗ്രസ് നേതാവിന്, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് കെട്ടിലമ്മയായിട്ട് പോയി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അത് ഈ കേസിക്ക് മാത്രം കഴിയും. അയാൾക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ഒരു മനുഷ്യനും അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് മുഖ്യമന്ത്രിമാരെ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി അഫിലിയേഷൻസ്, അദ്ദേഹം എല്ലാ മുഖ്യമന്ത്രിമാരോടും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഒക്കെ അദ്ദേഹം വളരെ എന്താ പറയുക, സുതാര്യമായിട്ടും വളരെ ഓപ്പണായിട്ട് സംസാരിക്കും. ഇവിടെ കൊല്ലത്തുനിന്ന് ഒരു MP ഉണ്ടല്ലോ, പ്രേമേന്ദ്രൻ, അയാൾ ക്യാൻറ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പ്രധാനമന്ത്രി അവിടെ പോയിരുന്ന് അയാളോട് വർത്തമാനം പറഞ്ഞു. അതിന് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും. അയാളെ അല്ലെങ്കിൽ എന്തൊക്കെയോ ചീത്തപ്പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പിണറായി വിജയൻ. അതിൻ്റെ പുറത്ത് ഇതും കൂടി കേട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ BJP-യിലേക്ക് പോകുന്നത് എനിക്ക് തോന്നണില്ല. അയാളെ BJP-യിൽ എടുക്കുന്നത് എനിക്ക് തോന്നണില്ല. BJP-യിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ ലഗേജിൻ്റെ ഒരു ഫലമേ അയാൾ കേരള രാഷ്ട്രീയത്തിൽ ചെയ്യുള്ളൂ. പ്രേമേന്ദ്രനെ ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റ് അയാൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയായിരിക്കും അയാൾക്ക് ചെയ്യാൻ നല്ലത്. എന്നിടയ്ക്കും പലരും പറയുന്നുണ്ട് അയാൾ BJP-യിൽ പോകുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മുടെ ടോപ്പിക്ക് അതല്ലല്ലോ. പുതുച്ചേരിയിലേക്ക് തന്നെ വരുമ്പോൾ പുതുശ്ശേരിയിൽ ഈ പറഞ്ഞ പോലെ ലാളിത്യം, സത്യസന്ധത, ഇൻറ്റഗ്രിറ്റി, ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനും വിജയിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രംഗസ്വാമി. ഇപ്പോഴും അദ്ദേഹം അതേ ലാളിത്യത്തിൽ തുടരുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? പുതുച്ചേരിയുടെ ഒരു സംസ്കാരമുണ്ട്. ആ ഒരു മണ്ണിന്റെ സംസ്കാരം ഒക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും അത്? കാര്യം അവിടുത്തെ മാതൃഭാഷ തമിഴാണെങ്കിലും പുതുശ്ശേരിക്കാരറിയാതെയുള്ള ഒരു കുലീനത്വമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? അവരുടെ ഫ്രഞ്ച് പശ്ചാത്തലം. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രദേശത്തിലെ ആൾക്കാരോട് പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ തലശ്ശേരിയിൽ പോയിട്ടുണ്ടോ? തലശ്ശേരിയിലെ ജനങ്ങൾക്കൊരു ആഢ്യത്വമുണ്ട്, ഒരു കുലീനത്വമുണ്ട്. നമ്മുടെ ദലിതൻ തൊട്ട് ബ്രാഹ്മണൻ വരെയുള്ള ആൾക്കാർക്ക് കേരളത്തിലെ മറ്റുള്ള ഒരു സ്ഥലങ്ങളിലില്ലാത്ത ആൾക്കാർക്കുള്ള ഒരു കുലീനത്വമുണ്ട്. ആ ഫ്രഞ്ച് കൾച്ചർ, അത് ഫ്രഞ്ച് സംസ്കാരം, പിന്നെ ജീവിതശൈലി, അതൊക്കെ ഇന്നും നല്ലൊരു ശതമാനം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് അവിടെ. കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തകയാണ് തലശ്ശേരി. അവിടെ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ അവർ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും തലശ്ശേരിയിലെ ജനങ്ങൾക്ക് അവരറിയാതെയുള്ള ഒരു ആഢ്യത്വം അവരിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് മത്സരം നടന്നത് തലശ്ശേരിയിലാണെന്നും പറയുന്നു. ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ആൾക്കാർ പറയും, തമ്പുരാക്കന്മാർ പറയും, ഞങ്ങളാണ് ലോകത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ചത്. അങ്ങനെയൊന്നുമല്ല. തലശ്ശേരിയിൽ കോളിൻ കൗഡ്രി എന്ന് പറഞ്ഞ പഴയ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ഉണ്ട്. അയാളുടെ അച്ഛനൊക്കെ വന്ന് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളതാണ്. അതുപോലെ ടെന്നീസ്, തലശ്ശേരിയിലെ ക്രിക്കറ്റ് ക്ലബ്ബും ടെന്നീസ് ക്ലബ്ബും, പിന്നെ ഹോക്കി, ഇന്ത്യൻ ഹോക്കി, കേരളത്തിലെ ഹോക്കിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തലശ്ശേരിയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ആ സ്പോർട്ടിംഗ് മെൻറ്റാലിറ്റി അവരുടെ ജീവിതത്തിൽ മറ്റെല്ലാ മേഖലകളിലേക്കും വന്നിട്ടുണ്ട്. ഈ നമ്മുടെ പഴശ്ശിരാജാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സൈന്യം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആർതർ വെല്ലസ്ലി ആണെന്ന് തോന്നുന്നു അതിൻ്റെ കമാൻഡറായിട്ട് വന്ന്. അപ്പോൾ അവർ ഈ മറ്റേ ക്രിക്കറ്റ് മത്സരം കളിച്ചാണ് ജനങ്ങളെ കയ്യിലെടുത്തത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സാധാരണ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാം അന്നത്തെ കാലത്തൊക്കെ, ഇന്നും അതെ, വലിയൊരു ഹൈ ലെവൽ ആൾക്കാർ മാത്രമേ ക്രിക്കറ്റ് കളിക്കുകയുള്ളൂ. പഞ്ചനക്ഷത്ര സമൂഹത്തിൻ്റെ ഗെയിമായിരുന്നു ക്രിക്കറ്റ് 1850 ആ കാലഘട്ടത്തൊക്കെ. പക്ഷെ തലശ്ശേരിയിൽ ബ്രിട്ടീഷുകാരും നാട്ടുകാരുമായിട്ട് നല്ല റാപ്പോ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? അവിടുത്തെ റിക്ഷാ പുള്ളേഴ്സ്, ഡോബി, വാഷർമെൻ, പിന്നെ പച്ചക്കറി വിൽക്കാൻ നടക്കുന്ന ആൾക്കാർ, മീൻ വിൽക്കാൻ നടക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ആയിട്ടാണ് അവർ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. മനസ്സിലായില്ല? അപ്പോൾ ഇപ്പോഴും ഉണ്ട് ഈ പഴയ ക്രിക്കറ്റ് കളിക്കാർ, തലശ്ശേരിയിലെ ക്രിക്കറ്റ് കളിക്കാരുടെ പേരൊക്കെ കേട്ടാൽ നമുക്ക് തമാശ തോന്നും. ആൻസൺ അബൂബക്കർ എന്നാണ് ഒരാളുടെ പേര്, അന്ന് ജീവിച്ചത്. അപ്പോൾ ആൻസൺ എന്ന് പറയുന്നത് ബ്രിട്ടനിലൊരു വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. അയാൾ ബൗൾ ചെയ്യണ അതേ രീതിയിലാണ് ഈ അബൂബക്കർ ബൗൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അയാൾക്ക് ആൻസൺ അബൂബക്കർ എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കുഞ്ഞിപ്പക്കി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴും സിക്സർ അടിക്കും. അതുകൊണ്ട് അയാളെ സിക്സർ കുഞ്ഞിപ്പക്കി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ നമ്മുടെ നാട്ടിൽ പലരും ഈ രാജകീയ മത്സരമാണ് ക്രിക്കറ്റ്. തലശ്ശേരിയിൽ അത് സാധാരണക്കാരുടെ ഗെയിമായിരുന്നു, അത് പാവപ്പെട്ടവരുടെ ഗെയിമായിരുന്നു. അതേപോലെ പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് ഭരണം വളരെയധികം നല്ല ഒരു മാറ്റം ജനങ്ങളുടെ മനസ്സിൽ നിറച്ചു.
അവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനൊന്നും പച്ച പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഉള്ളവരും ഇവൻ ഫ്രഞ്ച് പൗരന്മാരാണെങ്കിൽ കൂടിയും അവർ ദേശീയവാദികളായിരുന്നു. മനസ്സിലായില്ലേ? പോയിട്ടുണ്ടോ ഫ്രാൻസിൽ? എവിടെ? പോണ്ടിച്ചേരിയിൽ പോയിട്ടുണ്ടോ? പോണ്ടിച്ചേരിയിൽ ഇപ്പോഴും നമുക്ക് ആ ഫ്രഞ്ച് രീതിയിൽ പണിതിട്ടുള്ള റോഡുകളെല്ലാം കാണാം. കടൽ തീരത്ത് കൂടി ബൗളവാർഡ് എന്നാണ് പറയുക. ഇപ്പോഴും ഞാനൊക്കെ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ റോഡ് സൈഡിൽ എന്താ പറയുന്നത്, റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് കസേരയൊക്കെ ഇട്ട് കുടയൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കണം. നല്ല ചൂടുണ്ടായിരിക്കും, എന്നാലും അവർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അത് അപ്പോൾ ആ ഒരു സംസ്കാരം. പിന്നെ അത് കൂടാണ്ട് ഈ നമ്മുടെ ഒരു ആശ്രമമുണ്ട് അവിടെ, അരബിന്ദു ആശ്രമമുണ്ട്. അതിലേക്ക് ബംഗാളികളും പിന്നെ ഫ്രാൻസിൽ നിന്നുള്ള പലരും വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോഴും പോണ്ടിച്ചേരിയിൽ ഫ്രാൻസ് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് അവിടെ. ഫ്രഞ്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൾച്ചർ കാണും. അതുകൊണ്ടാണ് പിന്നെ കോൺഗ്രസ്സുകാർ വന്നിട്ടാണ് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ എവിടെ ചെന്നാലും നശിപ്പിക്കും, ഇന്ത്യൻ സംസ്കാരം നശിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പോണ്ടിച്ചേരി. പക്ഷെ അദ്ദേഹം ഈ രംഗസ്വാമി ഇത്രയൊന്നും ചെയ്തിട്ടില്ല. രംഗസ്വാമി വളരെ മാന്യമായിട്ട് കൊണ്ട് നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ റിട്ടേൺസ് കിട്ടാൻ അദ്ദേഹം അധികാരത്തിൽ വരും എന്ന് തന്നെ നമുക്ക് ശക്തിയായിട്ട് വിശ്വസിക്കാം.